എത്രയും സ്നേഹമുള്ളവരെ 142 കഥാദിനത്തിൽ നിന്ന് ഇന്ന് 39 കഥാദിനത്തിലേക്ക് നിങ്ങളേവരെയും അവർ സഹർഷം സ്വാഗതം ചെയ്യുന്നു. മനക്കരുത്തിൻ്റെ വിജയം എന്നുള്ളൊരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. മൈക്രോസോഫ്റ്റ് ആയിട്ടുള്ള സത്യനാഥ് നാദെല്ലയുടെ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിൽ സംഭവിച്ച ഒരു അത്ഭുതകരമായിട്ടുള്ള സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു അറിയപ്പെടുന്ന ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ വളരെ എന്തൊക്കെ പറഞ്ഞാൽ പണക്കാരുടെ കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിലാണ് സത്യനാഥിലെ പഠിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ക്രിക്കറ്റിനോട് ഒരു അഗാധമായ സ്നേഹവും ആരാധനയൊക്കെ ഉണ്ടായിരുന്നു. ഒഴിവ് സമയത്ത് അദ്ദേഹം നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അപ്പോൾ കളിക്കാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കഴിവെന്ന് പറഞ്ഞാൽ അദ്ദേഹം നന്നായിട്ട് ബാറ്റ് ചെയ്യും, നന്നായിട്ട് ബൗൾ ചെയ്യും. ബൗളിങ്ങിൽ അദ്ദേഹം സ്പിന്നാണ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു വിശേഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഈ സത്യനാഥിലയുടെ കളിയോടുള്ള സ്നേഹം കണക്കിലെടുത്താണ് ഈ സ്കൂളിൽ തന്നെ ആക്കിയതിട്ടുള്ളത്. കാരണം മാതാപിതാക്കൾ എതിർത്തിട്ടില്ല, മകൻ ക്രിക്കറ്റ് കളിക്കണമെന്ന് അവരും അതിയായി ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ മകൻ അവരുടെ പ്രതീക്ഷകളെ ഒരിക്കലും ഇല്ലാതാക്കി കളഞ്ഞില്ല. അപ്പോൾ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഓസ്ട്രേലിയയിലുള്ള വലിയൊരു ക്രിക്കറ്റ് ടീമായിട്ട് ഇവരുടെ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ഒരു മത്സരം വെച്ചു. അപ്പോൾ ആദ്യം ഏകദേശം സത്യനാഥിലയുടെ ടീമായിരുന്നു ആദ്യം ബാറ്റ് ചെയ്തത്. നല്ലൊരു മാന്യമായൊരു സ്കോർ എടുത്തു. രണ്ടാമത് ബാറ്റ് ചെയ്യേണ്ടത് ഓസ്ട്രേലിയ ആയിരുന്നു. അപ്പോൾ ഏകദേശം ഓസ്ട്രേലിയ കളി തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ വിക്കറ്റുകൾ തുടർച്ചയായിട്ട് പോകുന്നു. അവസാനം ഒരു 6-ാം വിക്കറ്റും ഒക്കെ ആയപ്പോൾ ഇവരുടെ കൂട്ടുകെട്ട് ഓസ്ട്രേലിയൻ കളിക്കാരുടെ ചെറുത്തുനിൽപ്പ് വളരെ വലുതായിരുന്നു. കുട്ടികളായിരുന്നെങ്കിൽ പോലും അവരുടെ ചെറുത്തുനിൽപ്പ് വളരെ വലിയതായിരുന്നു. ആ സത്യനാഥിലയുടെ ടീമും എന്ന് പറയുന്നതും അവരും കുട്ടികളാണ് എന്നുള്ളതാണ്. കുട്ടികൾ തമ്മിലുള്ള മാച്ചാണെങ്കിലും പോലും വീറും വാശിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സത്യനാഥിലായിരുന്നു ടീമിൻ്റെ ആ സമയത്തുള്ള ക്യാപ്റ്റൻ. അപ്പോൾ 6 വിക്കറ്റും അങ്ങനെ പോയി. അങ്ങനെ 7ഉം 8ഉം തമ്മിൽ നല്ലൊരു കൂട്ടുകെട്ട്. 9-ാം വിക്കറ്റും ഏകദേശം ഒരു നല്ലൊരു കൂട്ടവും ഏകദേശം സത്യനാഥിലെ ടീമിനെ തോൽപ്പിക്കും എന്നുള്ളൊരു അവസരത്തിൽ തന്നെ വന്നു. അപ്പോൾ കളിക്കാരുടെ ഈ സമയത്ത് സത്യനാഥിൽ കളിക്കാൻ കൂട്ടത്തിലുള്ളവരുടെയൊക്കെ ആത്മീയവീര്യം നഷ്ടപ്പെട്ടു. ഞങ്ങൾ ഈ കളിയിൽ തോക്കും എന്നുള്ളൊരു മനോവിഷമം അവരുടെ ഇടയിൽ മുഖത്തും ശരീരത്തും ഒക്കെ പ്രകടമായി. അപ്പോൾ എല്ലാവരും കീപ്പർ ഒഴികെ എല്ലാവരും മാറി ബൗൾ ചെയ്തു. അപ്പോൾ ഇതുവരെ സത്യനാഥിലെ ചെറുതും വലുതുമല്ലോട്ട അദ്ദേഹം പലപ്പോഴും പ്രാക്ടീസ് മാച്ചിന് പലപ്പോഴും ബോൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു യഥാർത്ഥത്തിൽ ഒരു റിയലായിട്ടുള്ള ക്രിക്കറ്റ് മാച്ചിന് ഇതുവരെ അദ്ദേഹം സ്പിൻ ബൗളിങ് ചെയ്തിട്ടില്ല. സത്യനാഥിൽ എന്ത് ചെയ്തു? അദ്ദേഹം തന്നെ ഏകദേശം 9-ാം കൂട്ടുകെട്ടിനെ പൊളിക്കാനായിട്ട് അദ്ദേഹം തന്നെ ബൗൾ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ 9-ാം കൂട്ടുകെട്ട് ഇത്തിരി ശക്തമായിരുന്നു. കാരണം വിജയിക്കാനായിട്ട് കുറച്ച് റണ്ണ് മതി. സത്യനാഥിലെ ടീമിനെ തോൽപ്പിച്ച് ജയിച്ച് കിടക്കാൻ കുറച്ച് റണ്ണ് മാത്രം മതി. പക്ഷേ സത്യനാഥിലെ സ്പിൻ ബൗൾ എറിയാനായിട്ട് തയ്യാറായി. അപ്പോൾ ഈ സ്പിൻ ബൗളിങ്ങിൽ പ്രത്യേകിച്ചും സത്യനാഥിലൊക്കെ നല്ലൊരു ആത്മവിശ്വാസത്തോടെ അദ്ദേഹം 1-ാമത്തെ തവണ ബൗൾ ചെയ്തപ്പോൾ തന്നെ ആ 9-ാം വിക്കറ്റും പോയി. ഇനി അടുത്തത് വരുന്നത് 10-ാമത്തെ ആളാണ്. ഒരു വിക്കറ്റും കൂടിയും പോയാൽ സത്യനാഥിലയുടെ കളിക്കുന്ന ടീം വിജയിച്ചു. അങ്ങനെ രണ്ടാമതും ബോൾ ചെയ്തു. അപ്പോൾ രണ്ടാമതും ബോൾ ചെയ്തപ്പോൾ വീണ്ടും വിക്കറ്റ് വീണു. തുടർച്ചയായിട്ട് 2 ബോളിൽ 2 വിക്കറ്റ് വീണു. ഏകദേശം ഓസ്ട്രേലിയൻ കളിക്കാരെ തോൽപ്പിക്കാൻ സത്യനാഥിലെ ടീമിന് പറ്റി. ഏകദേശം തോൽക്കുന്ന കളിയാണ് അദ്ദേഹം ജയിപ്പിച്ചതെന്ന് ഓർക്കണം. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തോട് ചോദിച്ചു, നീ നല്ലൊരു ബാറ്റ്സ്മാൻ ആണെന്നറിയാം, എന്തുകൊണ്ടാണ് നീ ഒരു ബോളിംഗ് ആയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു മൂല്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് ഏത് സാഹചര്യങ്ങളെയും നേരിടാനും പറ്റും. ചിലപ്പോൾ നേരിടാനും അതുപോലെ അതിശക്തമായിട്ട് വിജയിക്കാനും പറ്റും എന്നാണ് സത്യനാഥിലെ തൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. സത്യനാഥിലെ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആത്മവിശ്വാസവും അതുപോലെ കഠിനാധ്വാനവും അതുപോലെ ശുഭാപ്തി വിശ്വാസം കൊണ്ടാണ് അദ്ദേഹം ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ CEO മാറിയത്. ഇന്ന് ലോകത്തെ സ്വാധീനിക്കുന്ന അപൂർവം ചില വ്യക്തികളിലൊന്നാണ് സത്യനാഥിലെ. ആത്മവിശ്വാസവും മനക്കരുത്തും കഠിനാധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു വ്യക്തിക്കും ഉന്നതങ്ങളിൽ പോകാൻ പറ്റുകയുള്ളൂ എന്നാണ് ഈ കഥ നൽകുന്ന സന്ദേശം. നിങ്ങളെല്ലാവരും കഥ കേൾക്കണം, വിലയിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.